ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കഥ ഒരു കുടുംബത്തിൻ്റെ കഥയാണ്, ഒരു വീടിൻ്റെ കഥയാണ്. എങ്ങനത്തെ കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ പോലെ തന്നെ ഒരു സാധാരണ കുടുംബം. ഒരു കുടുംബം പുതിയതായിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറുന്ന രംഗത്തോടു കൂടിയായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഈ കുടുംബത്തിൽ 4 ആൾക്കാരാണുള്ളത്. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണിത്. വീടിനുള്ളിലേക്ക് കയറിയതും മകൻ പറയുകയാണ്, അച്ഛാ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മൾ ഓരോ വീട് മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന വീടിനേക്കാളും 500 രൂപ വാടക ഇതിന് അല്പം കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിൻ്റെ ഭാവിയിലേക്കുള്ള എല്ലാ പ്രതീക്ഷയും ഈ മകനിലാണ് ഇവർ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകനെ ഇവരുടെ സാമ്പത്തികമായിട്ട് വളരെ മോശമാണെങ്കിൽ പോലും ഈ മകനെ ഇവർ പഠിപ്പിക്കുന്നത് വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല ഫീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇളയ മകളെ പഠിപ്പിക്കുന്നത് സാധാ ഗവൺമെൻറ് സ്കൂളിലുമാണ് പഠിപ്പിക്കുന്നത്. ഇവരിങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, ഈ വീട് ചെറിയ വീടാണല്ലോ, ഒരു റൂം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ റൂമിലുള്ള ഷെൽഫിന് വേണ്ടിയിട്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, കുഴപ്പമില്ല, ആ റൂം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് 2 പേർക്കും അത് യൂസ് ചെയ്തോ, ഞാനും അച്ഛനും ഹാളിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മകൾ പറയുകയാണ്, അച്ഛാ നമ്മൾ ഭാവിയിലൊരു വീട് കെട്ടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തനി റൂം, ഇവന് തനിച്ച് റൂം, എനിക്കൊരു തനിച്ച് റൂം, അങ്ങനെ ഒരു 3 റൂമുള്ള ഒരു വീട് വേണം നമുക്ക് കെട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മകളുടെ ആഗ്രഹം ഇങ്ങനെ പറയുകയാണ്. ഇവരിങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റൂമിൻ്റെ ഓണർ വൈഫും കൂടെ വരുന്നത്. വെള്ളമൊക്കെ നല്ല സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഈ പടിക്കെട്ട് വഴി ഈ സാധനങ്ങളൊക്കെ കയറ്റുമ്പോൾ സൂക്ഷിച്ച് വേണം കയറ്റി കൊണ്ടുവരാൻ, ഇല്ലെങ്കിൽ പടിക്കെട്ടൊക്കെ പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അല്ലെങ്കിൽ ചില ബിൽഡിംഗ് ഓണേഴ്സൊക്കെ ഇങ്ങനെ തന്നെയാണ് അല്ലേ, ഒരുമാതിരി മൂശാട്ട സ്വഭാവമായിരിക്കും. ഞാൻ എല്ലാവരും കുറിച്ചല്ലാട്ടോ പറയുന്നത്, ചില ആളുകൾ. മക്കൾക്ക് ഈ ബിൽഡിംഗ് ഓണറും ഭാര്യയും കൂടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അവർ പോയി കഴിഞ്ഞത് മക്കൾ അച്ഛനോടും അമ്മയോടും പറയുന്നത്, നമുക്ക് ഈ വീട് വേണ്ട, ഈ വീട് നമുക്ക് മാറ്റാം, നമുക്ക് വേറെ വീട് നോക്കാം. കാരണം നമ്മൾ ഇവിടെ വെറുതെ ഒന്നല്ലല്ലോ കഴിയുന്നത്, നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ ഇവിടെ കഴിയുന്നത്, ഇവരിങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇവരെ സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ ഓഫീസും മക്കളെ നിങ്ങളുടെ പഠിത്തവും എല്ലാം കൂടെ നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ആവശ്യമാണ്. നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ട് ഒരു വീട് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് പറയുമ്പോൾ മകൻ പറയുകയാണ്, നമ്മൾ ഏത് കാലത്ത് ഇനി വീട് വെക്കാനാണ്, ഞാൻ LKG പഠിക്കുന്നത് മുതൽ ഞാനിത് കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്, ഞാനിപ്പോൾ +2 എത്തി എന്ന് പറയുമ്പോൾ അച്ഛന് ഒരുപാട് സങ്കടമായി. കാരണം മക്കളായത് മുതൽ തന്നെ വീട് വെക്കണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ പേരിക്കൊണ്ട് ജീവിക്കുന്ന ഒരു അച്ഛനാണത്. അങ്ങനെ ഇരിക്കെ അടുത്ത സീനിൽ കാണിക്കുകയാണ്, ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുകയാണ്, ഇത്രയും കാലം ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 7.5 ലക്ഷം രൂപയോളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഏരിയയിൽ തന്നെ വീട് വാങ്ങണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇനിയും അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളത് തോന്നുന്നില്ല. ഈ പണം കൊണ്ട് നമുക്ക് സിറ്റീൻ്റെ പുറത്ത് നമുക്ക് വീട് വാങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി അധികം വൈകാതെ തന്നെ നമുക്ക് ഒരു പുതിയ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം, വീട് നോക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കാം. ഇനി നമ്മൾ ആരും നമ്മളോടൊരു ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല. ഇപ്പോഴാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് 3 BHK. അങ്ങനെ ഇവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ പോയി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ വീടിനെക്കുറിച്ചുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പം മകൻ ചോദിക്കും, അച്ഛൻ എന്താണ് ആഗ്രഹം, വീട്ടിൽ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, വീടിൻ്റെ മുമ്പിൽ വാസുദേവൻ ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ബോർഡ് വേണം എന്ന് മാത്രമാണ് അച്ഛന് ആഗ്രഹമുള്ളത്. അങ്ങനെ ഇവരെ എല്ലാ ദിവസവും വീട് നോക്കലും അതേപോലെ തന്നെ ജോലിക്ക് പോകലും മക്കൾ സ്കൂൾ പോകലും ഒക്കെ ആയിട്ട് ഒരു പാട്ട് സീനിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ ടേബിളിൽ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കാണും. കാരണം അച്ഛൻ ചെയ്യുന്നത് അക്കൗണ്ട് സെക്ഷനിലാണ്. നമ്മൾ ഈ പേപ്പറിൽ ബുക്കിലൊക്കെ ലെഡ്ജറിലൊക്കെ എഴുതി അങ്ങനെ വെക്കുന്ന ഒരു സിസ്റ്റമാണ് പുള്ളിക്ക് ഇഷ്ടം. പക്ഷെ പുള്ളിക്ക് ഈ കമ്പ്യൂട്ടർ യുഗത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം അപ്ഡേറ്റ് ആവാനുള്ള ഒരു മടി കാരണം കുറച്ച് പ്രായമുള്ള ആളാണല്ലോ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ വേദന എടുക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കിത് എഴുതാൻ മാത്രമാണ് ഇഷ്ടം. ഈ ടേബിളിൽ കമ്പ്യൂട്ടർ കണ്ടപ്പോൾ അവിടെ വിക്കി എന്ന് പറയുന്നുള്ള ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അവനെ വിളിച്ചിട്ട് അച്ഛൻ ചൂടാവുകയാണ്, നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല ഇവിടെ കമ്പ്യൂട്ടർ ഒന്നും കൊണ്ടുവന്ന് വെക്കരുത് എന്ന്.
അപ്പോൾ വിക്കി പറയും ഇത് മുതലാളി പറഞ്ഞിട്ട് വെച്ചതാണ്, ഞാൻ വെച്ചതല്ലാന്ന്. അപ്പോൾ മുതലാളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. മുതലാളി എന്ത് പൊട്ടനാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിത് ഇഷ്ടമല്ലാന്ന് എന്ന് പറഞ്ഞപ്പോൾ വിക്കി പറഞ്ഞു, അയ്യോ മെല്ലെ പറയും മുതലാളി അകത്തുണ്ട്. അയ്യോ മുതലാളി വന്നോ, എന്നാൽ ആദ്യം പറയണ്ടേന്നും പറഞ്ഞിട്ട് ഒരു പാവത്താനെ പോലെ ഉള്ളിലേക്ക് കയറിപ്പോയി. നീ എന്തിനാ അതിന് എന്നെ ചീത്ത പറയണത്? ഇത് എൻ്റെ പരിപാടിയൊന്നുമല്ല, എൻ്റെ മകൻ കൊണ്ടുപോയി വെച്ചതാണ്. കമ്പ്യൂട്ടറാണ് ഇനി ഫ്യൂച്ചർ എന്നാണ് പറയണത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ലെഡ്ജറിൽ തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുതലാളി അച്ഛനെ പറഞ്ഞു വിടുകയാണ്. അവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ ഫാമിലി എല്ലാവരും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് സിനിമയ്ക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പണി നടക്കുന്ന സ്ഥലം കാണുമ്പോൾ അച്ഛൻ പറയും, ഇത് 10 വർഷത്തിന് മുമ്പ് നമുക്ക് വിലയ്ക്ക് വന്നിരുന്നു, അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഒരു വട്ടം ഒന്ന് നോക്കിയിട്ട് പോയാലോ, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. ആ ബിൽഡിങ്ങിൽ പോയപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ബ്രോക്കർ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഒരു 7-8 വർഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ സ്ഥലം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഈ സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, ഇതുവരെ നിങ്ങൾ വീടൊന്നും വാങ്ങിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് സാറേ, അതുകൊണ്ട് നമുക്കങ്ങനെ വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറയും, നമുക്ക് അതിനനുസരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 7 ലക്ഷം റുപ്യയാണ് സാറേ ഉള്ളത്, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും വീട് സെറ്റാവുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, സാർ ഇതിനൊന്നും കോമഡി ചെയ്യല്ലേ സാറ്, നമ്മൾ ഈ ബഡ്ജറ്റിനൊന്നും നമ്മൾ സിറ്റീൻ്റെ ഉള്ളിൽ കിട്ടൂല, അതൊക്കെ പുറത്ത് മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ കുറഞ്ഞത് ഒരു 15 ലക്ഷം ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര വിഷമത്തിൽ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. വീട്ടിലിരുന്ന് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടൊരു കാര്യം തീരുമാനിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇവർക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട് വാങ്ങണം എന്നുള്ളത് നിർബന്ധമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു 7.5 ലക്ഷം, അതേപോലെ തന്നെ അമ്മയുടെ സ്വർണ്ണമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം കിട്ടും, ബാക്കി ഒരു 2.5 ലക്ഷം രൂപ കൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരു മാസത്തിൽ 25,000 രൂപ വെച്ചിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്കുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അങ്ങനെ പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം അച്ഛൻ എന്ത് ചെയ്യാണ്, എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ട് അഡീഷണലായിട്ട് ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ 25,000 രൂപ വെച്ചിട്ട് മാസം ഇവർ സേവ് ചെയ്തിട്ട് ഈ പണമൊക്കെ ഇവർ സമ്പാദിക്കുകയാണ്. അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും മോളും കൂടെ ഈ നുറുക്കൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് കടകളിൽ സെയിൽ ചെയ്യുന്ന പോലത്തെ പരിപാടിയും കൂടെ വീട്ടിലിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു മാസം വളരെ സക്സസ്ഫുള്ളായിട്ട് ഇവർ ഗോള് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 25,000 രൂപ ആദ്യത്തെ മാസം ഇവർ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇറങ്ങുന്ന സമയത്ത് പറയുകയാണ്, മകൻ്റെ സ്കൂളിൽ നിന്ന് അച്ഛനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവ മാത്സിന്, ഫിസിക്സിന്, കെമിസ്ട്രിക്ക് എല്ലാത്തിനും വീക്കാണ്, കമ്പ്യൂട്ടർ സയൻസ് വരെ വീക്കാണ്, കാരണം കമ്പ്യൂട്ടർ സയൻസാണ് ഫ്യൂച്ചർ, അത് അറിയില്ലെങ്കിൽ പിന്നെ വല്ല ആടിനെയും മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല, ഞങ്ങളുടെ സ്കൂളിൽ 100% പാസ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം, അതുകൊണ്ട് നിങ്ങൾ മകൻ്റെ TC വാങ്ങിയിട്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ കെഞ്ചി കുത്താടി എന്ത് ചെയ്യാണ്, മകന് ലാസ്റ്റ് ഒരു ചാൻസും കൂടെ വാങ്ങുകയാണ്. ക്വാർട്ടർലി എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ TC വാങ്ങിയിട്ട് പോകണം എന്നുള്ള നിർബന്ധത്തിലാണ് സ്കൂളുകാരുള്ളത്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുകയാണ്, അച്ഛൻ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് മകനോട് പറയാണ്, എൻ്റെ ശക്തി കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇനി നിൻ്റെ ഭാവി നിൻ്റെ കയ്യിലാണ്, ഇനി നീ പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ മാത്രം വീട്ടിലേക്ക് വന്നാൽ മതി, ഇല്ലെങ്കിൽ എവിടെയും പോയിട്ട് നാശമായിട്ട് പോയിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുകയാണ്, ഇവർ പരീക്ഷയ്ക്ക് ഫെയിലായതുകൊണ്ട് ഇവനെയും ഇതേപോലെ തന്നെ ആ ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയെയും കൂടി മുട്ടുകുത്തി നിർത്തിയിരിക്കുകയാണ് ക്ലാസ്സിന് പുറത്ത്. ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇവൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ 10ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് നല്ല സ്കൂളിൽ പഠിച്ചാലാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുപോയി ചേർത്തതാണ്, ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും രണ്ടാമതൊന്നും എനിക്ക് പറഞ്ഞു പോലും തരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവളൊരു ഐഡിയ പറയുകയാണ്, ഇവിടെ നമുക്ക് സമ്പത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ പോയി ട്യൂഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും, നന്നായിട്ട് പഠിപ്പിക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവൻ വീട്ടിൽ വന്നിട്ട് ഈ കാര്യം അവതരിപ്പിക്കുകയാണ്.
ഇവൻ വീട്ടിൽ വന്നിട്ട് ഈ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ഈ പറയുന്ന സമയത്ത് അച്ഛൻ പറയാണ്, നമ്മളുടെ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അപ്പോൾ നമ്മളെ ബഡ്ജറ്റൊക്കെ ഇടിഞ്ഞു പോകും, അതുകൊണ്ട് ട്യൂഷൻ്റെ പോലെ ഇപ്പോൾ പോസിബിൾ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇവന് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, പക്ഷേ ഇവൻ എങ്ങനെയെങ്കിലും നല്ല മാർക്ക് വാങ്ങേണ്ടതും ആവശ്യമല്ലേ എന്ന് പറയുമ്പോൾ പെങ്ങൾ പറയാണ്, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പഠിക്കണമെങ്കിൽ നല്ല വെളുപ്പിന് 5 മണിക്കൊക്കെ എണീച്ച് പഠിച്ച് കഷ്ടപ്പെടണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പെങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വെളുപ്പിന് ഒരു 5 മണിക്ക് അലാറമൊക്കെ വെച്ചിട്ട് പെങ്ങൾ ഇവനെ ഉണർത്തിയിട്ട് നേരെ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കൊണ്ടുവരികയാണ്. ടെറസിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് പഠിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെൺകുട്ടി കയ്യിൽ ബുക്കുമായിട്ട് വരും. അപ്പോൾ ഇവനെ കണ്ടിട്ട് ആ കുട്ടി നേരെ താഴേക്ക് പോകും. ഇവനത് നോക്കിയിട്ട് ഇവൻ സ്വാഭാവികമായിട്ട് ഇരുന്ന് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കാൻ തുടങ്ങി. അവിടുന്ന് കട്ടായി അടുത്ത സീനിൽ ബിൽഡിംഗ് ഓണർ ഇവരെ വീട്ടിലേക്ക് വരികയാണ്. വന്നിട്ട് പറയാണ്, നിങ്ങളുടെ മകൻ ബിൽഡിങ്ങിൻ്റെ മേലല്ലേ, അവൻ ആദ്യം വിളിക്കുകയെന്ന് പറയണം. അപ്പോൾ പെങ്ങൾ ഓടിപ്പോയിട്ട് വിളിച്ചുകൊണ്ട് വരും. നേരത്തെ ഓടിപ്പോയില്ലേ, ആ കുട്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഓണറുടെ മകളാണ്. അപ്പോൾ ബിൽഡിംഗ് ഓണർ പറയാണ്, ഇവിടെ ബിൽഡിങ്ങിൻ്റെ മേലെ ഒന്നും കയറിയിട്ട് ടെറസിൻ്റെ മേലെ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ പാടില്ല, കാരണം എൻ്റെ മകൾ പ്ലസ് 1 പഠിക്കുകയാണ് എന്ന് പറയും. ഇവർക്കും വേറെ വഴിയില്ലല്ലോ, സ്വന്തം വീടൊന്നും അല്ലല്ലോ, ബിൽഡിംഗ് ഓണർ പറഞ്ഞെന്ന് കേട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ മകനെ ഉള്ളിലേക്ക് വിളിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, പ്രഭു നീ ഒരു കാര്യം ചെയ്യ്, നീ ട്യൂഷന് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ ട്യൂഷൻ ചേരുകയാണ്. ട്യൂഷൻ ചേർന്നതിൻ്റെ ഗുണമാണോ എന്താണോ എന്നറിയില്ല, ഇവന് ക്വാർട്ടേർലി എക്സാമിൽ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ വലിയ മാർക്കൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അടുത്ത എക്സാമിൽ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് ഇവനും ഹാപ്പിയാണ്. നമ്മുടെ നായകനും നായികയും കൂടെ ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് നായകൻ നായികയോട് പറയുകയാണ്, നമ്മൾ കോളേജിൽ പോകുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരേ കോളേജിൽ ചേരാട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ നായിക പറയാണ്, നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ ചേരുന്നത്, ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ബോയ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്, എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുകയാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ഇവരെത്തിയ സമയത്ത് അവിടെ ഒരു ഐസ്ക്രീം വണ്ടിക്കാരനെ കാണും. അപ്പോൾ നായകൻ ചോദിക്കുകയാണ്, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോ എന്ന്. അപ്പോൾ നായിക പറയാണ്, ഇപ്പോൾ വേണ്ട, എൻ്റെ അച്ഛനെ അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ പോവുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് രാവിലെ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നായകനെയാണ്. സ്കൂളിൽ എക്സാമൊക്കെ തുടങ്ങാനായപ്പോൾ ലേറ്റായിട്ടാണ് നായിക വന്നിട്ടുള്ളത്. എന്താ ലേറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും എക്സാമിന് ബെല്ലടിച്ചപ്പോൾ രണ്ടുപേരും കൂടെ എക്സാം ഹാളിലേക്ക് പോയി. പക്ഷേ എക്സാം ഹാളിൽ എത്തിയപ്പോൾ മുതൽ ഇവൻ ഫുള്ള് പാനിക്കായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം മൊത്തം ഇവൻ്റെ മേലെയാണല്ലോ ഒരു വിശ്വാസം വെച്ചിട്ടുള്ളത്, ഇവനാണ് ഭാവിയിൽ എല്ലാം നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ മേലിലാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് പാനിക്കായി, എഴുതുന്ന ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ ഫുള്ള് എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ സാഡായിട്ട് നടന്നു വരുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഇവനിങ്ങനെ സാഡായിട്ട് നടന്നു വരുന്ന കാണുമ്പോൾ നായിക ഐശു വന്നിട്ട് ചോദിക്കുകയാണ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതൊക്കെ നീ ഒഴിവാക്ക്, ഞാൻ നാളെ അമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണ്, എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരാൻ ശ്രമിക്കാം, അതുവരെ നീ സ്ട്രെസ് ആവാതെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. ഇവിടുന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഐഷുവും ഇവനും കൂടെ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിരിക്കുന്നതാണ്. ഇവൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് നോക്കുന്നത്. ഇവൻ്റെ റോൾ നമ്പറാണ് ആദ്യം അടിച്ചു നോക്കുന്നത്. റിസൾട്ട് നോക്കുന്ന സമയത്ത് ആൾ പാസ്സാണ്, പക്ഷേ 497 മാർക്കേ ഉള്ളൂ 1200. മാർക്ക് കുറവായതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര അധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ ഐശു ചോദിക്കുകയാണ്, എന്തിനാ നീ ടെൻഷനായിരിക്കണേ, നീ പാസ്സായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എനിക്ക് എൻ്റെ ഭാവി ഓർത്തിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ഇവൻ ഓർത്തത്, നിൻ്റെ റിസൾട്ട് നോക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ റിസൾട്ട് നോക്കുമ്പോൾ ഇവൾ തോറ്റുപോയിരിക്കുകയാണ്. ഐശു ആണെങ്കിൽ ആ സങ്കടത്തിൽ സൈക്കിളൊക്കെ എടുത്തിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഇവന് പുറകെ പോയിട്ട്, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ റീവാലുവേഷൻ കൊടുത്തു വെക്കാം, അല്ലെങ്കിൽ അടുത്ത ആഗസ്റ്റിൽ എഴുതിയെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐശു നീ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലം ഐസ്ക്രീം കടയാണ്, അന്നത്തെ ഐസ്ക്രീം കട. അപ്പോൾ പറയാണ്, നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിച്ചിട്ട് അതിനുശേഷം ഇവൾ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഇവൾ പോയി. ഇവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവൻ വീട്ടിൽ മാർക്ക് ലിസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അമ്മ അവൻ്റെ മോന്തക്കിട്ട് ഒന്നങ്ങോട്ട് കൊടുത്തു. കാരണം ഇവനിലാണല്ലോ ഒരുപാട് പ്രതീക്ഷ, മാർക്ക് വളരെ കുറവാണല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുകയാണ് അച്ഛൻ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നതാണ്.
അപ്പോൾ അച്ഛൻ പറയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ലാസ്റ്റത്തെ മന്താണ് വീട് വാങ്ങാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണം ഉണ്ടല്ലോ, അത് ഇവരുടെ ടാർഗറ്റ് ഇവർ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ആ മാസം കൂടെ ഇവർ ടിക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള സന്തോഷത്തിൽ അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ മകൻ മാർക്ക് ഷീറ്റ് കാണിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛനും ഭയങ്കരമായിട്ട് സങ്കടമായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബിൽഡിംഗ് ഓണർ വന്നിട്ട് ചോദിക്കുന്നത്, സാർ നിങ്ങളുടെ മകൻ എത്രയാണ് സാർ മാർക്ക് വാങ്ങിയത് എന്ന്. ആ അച്ഛന് വന്ന കലിപ്പിൽ അയാളോട് രണ്ട് ചൂടായി. അത് ആൾക്കാരൊക്കെ ആ ബിൽഡിങ്ങിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടായിരുന്നു ചീത്ത പറഞ്ഞത്. ഇവിടുന്ന് സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അച്ഛൻ വന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന മകനോട് വന്നിട്ട് പറയുകയാണ്, എന്തായാലും നിൻ്റെ ശക്തിക്ക് പറ്റുന്ന രീതിയിലൊക്കെ നീ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട. അത് നടന്നു പോയി. ഇനി അതിനെക്കുറിച്ച് നീ ആലോചിക്കുക വേണ്ട. നീ എൻജിനീയറിങ്ങിന് ചേരണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്? നമുക്ക് എൻജിനീയറിംഗ് കോളേജ് തന്നെ നോക്കാം. ഏതാ കോളേജ് എന്ന് വെച്ചാൽ നീ നോക്കി റെഡി ആക്കിക്കോ, നമുക്ക് അഡ്മിഷന് പോവാം എന്ന് പറഞ്ഞപ്പോൾ മകൻ പറയാണ്, അച്ഛാ മാർക്ക് ഒരുപാട് കുറവാണ്, അതുകൊണ്ട് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് കിട്ടുള്ളൂ, അതിന് ഒരുപാട് കാശാവും എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാണ്, വീട് വാങ്ങുന്നത് നമുക്കൊരു 2 വർഷത്തേക്ക് തള്ളി വെക്കാം. നിൻ്റെ ഭാവി ഭയങ്കര മുഖ്യമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ കോളേജ് നോക്കിക്കോ. ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ ബിൽഡിംഗ് ഓണറടുത്ത് ചൂടായല്ലോ, ആ കാരണം കൊണ്ട് ഇവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവർ മറ്റൊരു വീടെടുത്തിട്ട് ഇവർ താമസിക്കുന്നതാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല ഇനിയൊരു 2 വർഷം കൂടെ ടാർഗറ്റ് വെച്ചിട്ട് ഇവർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് മകനെ കോളേജിൽ ചേർക്കാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ നിന്ന് എല്ലാ കോളേജിലും ഉള്ള പോലെ തന്നെ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചേരണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് അത് മാറ്റിയിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരെങ്കിലും ഒരാൾ ഉണ്ടാവില്ലേ, അതേപോലെ ഒരാൾ അവിടെയുണ്ട്. IT ആണ് ഫ്യൂച്ചർ, ഇനി മകനെ IT എടുപ്പിച്ചാൽ പോരെ, അതാണ് നല്ലത്, മകൻ്റെ ഭാവി നന്നാവും എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഉപദേശിച്ചപ്പോൾ അച്ഛൻ പറയാണ്, ശരിയാണ് മോനെ, അയാൾ ഒരുപാട് ആൾക്കാരെ കാണുന്ന ആളല്ലേ, കുറേ അറിവുള്ള ആളല്ലേ, അവർ പറഞ്ഞാൽ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞ് മകനെയും നിർബന്ധിച്ചിട്ട്, മകന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ തന്നെയാണ് താല്പര്യം, പക്ഷെ മകനെ നിർബന്ധിച്ചിട്ട് IT ഫീൽഡിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ കോളേജിൻ്റെ പഠനമൊക്കെ ആരംഭിച്ചു. കോളേജിൽ നിന്ന് ഇവനൊരു ഫ്രണ്ടിനെയും കൂടെ കിട്ടി. ഇവർ രണ്ടുപേരും ഫ്രണ്ട് ബെഞ്ചിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പക്ഷേ ഇവർ പഠിക്കാത്തത് കാരണം പോകെ ഓരോ ബെഞ്ച് മാറി ഏറ്റവും അവസാനത്തെ ബെഞ്ചിലേക്ക് വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോളേജൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇടയ്ക്ക് ഐശുവിനെയൊക്കെ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഐശുവിൻ്റെ വീട് അന്വേഷിച്ചിട്ട് ഇവൻ പോയി നോക്കുമ്പോൾ ആ വീടൊക്കെ പൂട്ടിക്കിടക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ താമസം മാറിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ ഇവരുടെ വീട്ടിൽ കറണ്ടും വെള്ളമൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവരുടെ വീടുള്ളത്. ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ എൻ്റെ 10th റിസൾട്ട് വന്നിട്ടുണ്ട്, 96% മാർക്കുള്ളത് എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ പറയണത്, ഇനി ഇവളെ നമുക്ക് +1 നല്ലൊരു സ്കൂളിൽ തന്നെ ചേർക്കണം, അങ്ങനെയാണെങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മകൾ പറയാണ്, ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാം, നമുക്ക് വീട് വാങ്ങണ്ടേ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സാണ്, ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാം എന്ന് മകൾ പറയുകയാണ്. ഇവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് അച്ഛൻ മുതലാളിയുടെ അടുത്ത് പോയിട്ട് ഒരു 5 ലക്ഷം രൂപ കടം ചോദിക്കുന്നതാണ്. അതേസമയം കോളേജിൽ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ട് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നോക്കുമ്പോൾ പ്രഭു ഒരു വിഷയത്തിന് ഫെയിലാണ്. ഇവൻ ഭയങ്കര ടെൻഷനായിട്ട് അവിടെ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് എറിഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് ഈ പഠിപ്പും കോപ്പൊന്നും വരുന്നില്ല, എൻ്റെ അനിയത്തിയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നല്ല സ്കൂളൊന്നും വേണ്ടാന്നും പറഞ്ഞിട്ട് അവളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പോയിട്ട് ഫെയിലായി എന്നൊക്കെ പറയുക, ഞാൻ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണോ എന്ന് പേടിയാവുന്നുണ്ട് എന്നൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കോളേജിലേക്ക് വരുന്നില്ല, അച്ഛൻ്റെ പണം വെറുതെ നശിപ്പിച്ച് കളയാൻ എനിക്ക് വയ്യ, ഇത് ഞാൻ വീട്ടിൽ പറയാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറയാൻ നോക്കുമ്പോൾ അച്ഛൻ്റെ മുഖമൊക്കെ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാണ്, മുതലാളീൻ്റെ അടുത്ത് 5 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നേരെ അന്ന് ഇവരൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കിയിരുന്നല്ലോ, അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ബ്രോക്കറടുത്ത് പോയിട്ട് 5 ലക്ഷം വെച്ചിട്ട് പറയാണ്, നിങ്ങൾ എപ്പോൾ പറയണോ അപ്പോൾ രജിസ്ട്രേഷൻ വെക്കാം, ഫുൾ എമൗണ്ട് റെഡിയാണെന്ന് ചോദിക്കും. അപ്പോൾ എത്ര എമൗണ്ട് ചോദിക്കുമ്പോൾ പറയും 15 ലക്ഷം റെഡിയാണെന്ന് പറയും. അപ്പോൾ പറയാണ്, വിലയൊക്കെ കൂടി, അടുത്തൊക്കെ IT കമ്പനി വന്നിരിക്കുകയാണ്, ഇപ്പോൾ 25 ലക്ഷമാണ് വില എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ, കാരണം 2 വർഷം കൊണ്ട് 10 ലക്ഷമാണ് അവിടെ സ്ഥലത്തിന് വില കൂടിയിട്ടുള്ളത്, അപ്പോൾ ആ ഒരു സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ അച്ഛൻ ഒരു വാക്കും കൂടെ പറയാണ്, ഞാൻ തോറ്റുപോയാലെന്താ, മകൻ IT ആണ് പഠിക്കുന്നത്, മകനിലൂടെ നമ്മൾ ജയിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇവന് കോളേജ് നിർത്താൻ പോവുകയാണ് എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇവൻ പറയാം നമ്മൾ ജയിക്കും എന്ന് ഇവനും തിരിച്ച് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോളേജിലെത്തിയിട്ട് കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ പറയാണ്, നീ കോളേജ് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും നിർത്തിയേനേന്ന്. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ പറയാം, നീ ഒരു പേപ്പറിനല്ലേ പോയിട്ടുള്ളൂ, ഞാൻ 3 പേപ്പറിന് പോയിന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനം എടുക്കുകയാണ്, എന്തായാലും ശരി കോളേജ് പഠനം പൂർത്തിയാക്കണം, നല്ലൊരു ജോലി വാങ്ങണം, അത് ലക്ഷ്യമാക്കിയിട്ട് ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രഭുവും കൂട്ടുകാരനും കൂടെ പാർട്ട് ടൈം ആയിട്ടൊരു ജോലിക്ക് പോകുന്നവരും ഒരു മെക്കാനിക് ഷെഡിൽ ജോലിക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ വർക്ക് ചെയ്യണു, ആ പൈസയും കൊണ്ട് സെമ്മ് ഫീസൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പാരൻസിനെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവർ ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ പതിപോലെ ജോലിക്ക് വന്ന് നോക്കുമ്പോൾ വീണ്ടും ഉണ്ട് ടേബിളിൽ കമ്പ്യൂട്ടർ. അപ്പോൾ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിക്കീനെ വിളിച്ച് നോക്കുമ്പോൾ വിക്കീനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നേരെ മുതലാളീൻ്റെ ക്യാബിനിലേക്ക് പോയി നോക്കുമ്പോൾ മുതലാളിയുടെ മകനാണ് അവിടെ ഉള്ളത്. അപ്പോൾ മകനെ കണ്ടപ്പോൾ അച്ഛൻ വന്നിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് ഇനി മുതൽ അച്ഛൻ വരില്ല, ഞാനാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ മകൻ പറയാണ്, ഇനി കമ്പ്യൂട്ടറിൽ ചെയ്താൽ മതി, ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറയാം. ഒരു മാസം കൊണ്ട് ടാലി പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ജോലിക്ക് വേറെ ആളെടുക്കും എന്നുകൂടെ പറഞ്ഞപ്പോൾ പുള്ളി ആകെ ടെൻഷൻ. വീട്ടിൽ വന്ന് ഫാമിലിയോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മകൾ പറയാണ്, കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആവണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഈ പ്രായത്തിലായാലും അച്ഛന് ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ ചേർക്കുകയാണ്. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ടാലി എക്സാമും അച്ഛൻ പാസ്സാവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്. മകൻ ഫാക്ടറിയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുന്ന കാര്യം അച്ഛൻ അറിഞ്ഞു. അച്ഛൻ പറയുകയാണ്, നീ ആ ഫാക്ടറിയിൽ ജോലിക്ക് പോകണ്ട, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെപ്പോലെ കുറേ കാലം ഞാനും ഫാക്ടറിയിൽ പണിയെടുത്തതാണ്, 17ാമത്തെ വയസ്സ് മുതൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാണ്. അച്ഛൻ ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ട് മരിച്ചുപോയി. അതിനുശേഷം അനിയനെയും അനിയത്തിയെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ അവരൊക്കെ നല്ല ജോലി നേടിയിട്ട് വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. നമുക്ക് മാത്രമാണ് വീടില്ലാത്തത്. എനിക്ക് സംഭവിച്ച പോലെ നിനക്കും സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് നീ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യ് എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് 3 ദിവസത്തോളം ഉറക്കമൊഴിച്ച് കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ കുഴഞ്ഞു വീഴുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ജീവന് വളരെയധികം ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ മുടക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്തു. കയ്യിലുണ്ടായിരുന്ന പണം മൊത്തം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തല്ലേ മനുഷ്യൻ്റെ കാര്യം, ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് അതിനു വേണ്ടി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം, അതിൻ്റെ പുറമെ അടുത്ത പ്രശ്നം, ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനൊക്കെ പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയില്ല അല്ലേ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി ബെഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകുന്ന അച്ഛനെയാണ്. അച്ഛൻ ഓഫീസിൽ എത്തുന്ന സമയത്ത് അച്ഛൻ്റെ പഴയ മുതലാളിയുടെ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. മുതലാളി മരിച്ചിട്ടുണ്ട്. അപ്പോൾ വിക്കിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മുതലാളി എത്രാമത്തെ ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചതെന്ന്. 2ാമത്തെ അറ്റാക്കിലാണ് മരിച്ചതെന്ന് വിക്കിയും പറയുകയാണ്. അപ്പോൾ അച്ഛന് വീണ്ടും ടെൻഷനായി. കാരണം അച്ഛന് ഓൾറെഡി ഒരു അറ്റാക്ക് കഴിഞ്ഞല്ലോ, ഇനി അടുത്ത അറ്റാക്ക് വരുന്നതിന് മുന്നേയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീട് അന്വേഷിക്കാൻ തുടങ്ങിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട് പോയി നോക്കുകയാണ്. അപ്പോൾ ബ്രോക്കർ പറയുകയാണ്, അടുത്ത പാർട്ടിയും റെഡി ആയിട്ടുണ്ട് സാർ, എത്രയും പെട്ടെന്ന് സാറ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അഡ്വാൻസ് തരികയാണെങ്കിൽ നമുക്കിത് ബുക്ക് ചെയ്ത് വെക്കാം എന്ന് പറയുകയാണ്. ഇവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് വാസു അവരുടെ അനിയൻ്റെ അടുത്ത് പോയിട്ട് ഒരു വീട് നോക്കിയിട്ടുണ്ട്, അതിനുള്ള കുറച്ച് പണം കടമായിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയൻ പറയുകയാണ്, നിന്നെക്കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അനിയത്തിൻ്റെ അടുത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നീ മിണ്ടിയിട്ടില്ല. അതുമാത്രമല്ല, നീ സുഖമില്ലാതിരിക്കുകയാണ്, റെസ്റ്റിലിരിക്കേണ്ട ആളാണ്, നിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പണം തരിക. ഇതൊക്കെ പറഞ്ഞപ്പോൾ വാസു പറയുകയാണ്, എൻ്റെ മകൻ ഈ വർഷം ഡിഗ്രി കഴിയും, ക്യാമ്പസ് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അതിൽ അവന് ജോലി കിട്ടും, അതിനുശേഷം നിൻ്റെ കടങ്ങളൊക്കെ അവൻ അടയ്ക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അനിയനും സമ്മതിക്കുകയാണ്, പ്രഭുവിന് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടി അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ പണം തരാം എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് മകനോട് ഇത് പറയുകയാണ്, എങ്ങനെയെങ്കിലും ജോലി വാങ്ങിക്കുകയെന്ന്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രഭുവിൻ്റെ കൂട്ടുകാരനും കൂടെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട്
ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു. 3-4 കമ്പനികളുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇവർ അറ്റൻഡ് ചെയ്ത് എല്ലാത്തിലും ഇവർ ഫെയിൽഡാണ്. ലാസ്റ്റായിട്ട് ഒരു കമ്പനീൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൻ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്ത് വീടിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അച്ഛനൊരു കോള് വരികയാണ്. കോൾ ചെയ്ത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു വീട് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബ്രോക്കറാണ്. മറ്റേ പാർട്ടി ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്, അവർക്ക് ക്യാഷ് റെഡിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വീട് വേണോ വേണ്ടയോ എന്നുള്ളത് പറയണമെന്ന് പറയാണ്. അപ്പോൾ നോക്കുമ്പോൾ പ്രഭുവിൻ്റെ അവസാനത്തെ ഇൻ്റർവ്യൂ ആണല്ലോ ഇന്ന് നടക്കുന്നത്. അപ്പോൾ പറയുകയാണ് വീട് വേണോ വേണ്ടയോ എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തേക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് കോളേജിൽ പ്രഭുവിൻ്റെ ഇൻ്റർവ്യൂ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 4 റൗണ്ടുകൾ കഴിഞ്ഞ് അവസാനത്തെ റൗണ്ടിലെത്തി. പക്ഷേ അവസാനത്തെ റൗണ്ടിൽ പ്രഭു ഫെയിലായി. പക്ഷേ ആ കമ്പനിയിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, പ്രഭുവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആളെയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഫെയിലായിട്ട് പ്രഭു വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീട്ടിൽ നിറച്ച് വെള്ളം കയറിയിരിക്കുകയാണ്. വീട്ടിൽ നിറച്ച് വെള്ളം കയറിയത് കൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇൻ്റർവ്യൂ ഫെയിലായി എന്നുള്ള കാര്യം പാരൻസിനോട് പറയുന്നത്. അത് കേട്ടതും അച്ഛൻ നേരെ ഫോൺ എടുത്തിട്ട് ബ്രോക്കറിനെ വിളിച്ച് പറഞ്ഞു, ആ വീട് നിങ്ങൾ അവർക്ക് തന്നെ കൊടുത്തോളൂ, എന്നെക്കൊണ്ട് പണം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ വീട്ടിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഇവരൊരു തീരുമാനം എടുത്തു. സിറ്റീൻ്റെ പുറത്ത് പോയാലും കുഴപ്പമില്ല, നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന വെള്ളം കയറാത്ത വീട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പുതിയൊരു വീട് അവരെടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ ഓഫീസിലേക്കും മകളുടെ കോളേജിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരു 3 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുണ്ട് എന്നുള്ളത് മാത്രമേ അവർക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയി നോക്കുമ്പോൾ അച്ഛൻ ഇരിക്കുന്ന ക്യാബിനിൽ വേറൊരു പുതിയ പെൺകുട്ടി ഇരുന്ന് ജോലി ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ്റെ ജോലി അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്. പ്രഭു ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാത്ത ഇൻ്റർവ്യൂകളൊന്നുമില്ല. ഏതൊക്കെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു അതൊക്കെ ഫെയിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ജോലിയൊന്നും കിട്ടുന്നു. അവസാനം പഠിച്ച ജോലിയോ കിട്ടുന്നില്ല. കിട്ടുന്ന ജോലിക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് കോൾ സെൻറ്ററിലാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനാണെങ്കിലും മനസ്സിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഗവൺമെൻറ് എക്സാം വരെ എഴുതാൻ വേണ്ടിയിട്ട് ഇവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇവൻ ഇഷ്ടപ്പെട്ടത് ഒന്നും ഇവൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവൻ ഗവൺമെൻറ് എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിസൾട്ട് ഇവൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലും ഇവൻ ഫെയിലാണ്. അപ്പോൾ ഇതിൽ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് താങ്ങാൻ പറ്റാതായിട്ട് ഇവൻ ഈ കീബോർഡൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയുകയാണ്, ഇത് സാരമില്ല, ഇത് വിട്ടാലും നിങ്ങൾക്ക് ബാങ്കിൻ്റെ എക്സാം ഉണ്ടല്ലോ, അതിൽ നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുക, ഞാൻ എല്ലാത്തിലും തോറ്റ് എനിക്ക് മടുത്തു, ഇനി എനിക്ക് വേറെ ജോലിയൊന്നും അന്വേഷിക്കുന്നില്ല, കിട്ടുന്ന ജോലി ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയാണ്, നീ അങ്ങനെ ഇപ്പം തന്നെ ടയേർഡായിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുകയാണ്. ശരിയല്ലല്ലേ, അച്ഛൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. എത്ര വർഷമാണ് ഒരു വീട് എന്നുള്ള സ്വപ്നമായിട്ട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയണം, അവൻ്റെ കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്ത് ഇവൻ അതിൽ പാസ്സായി, ഇവന് ജോലി കിട്ടുകയാണ്. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം മകനും മകളും കൂടി അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വലിയൊരു ഹോട്ടലിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഹൗസിംഗ് ലോൺ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ പുതിയൊരു വീടും കാണാൻ പോയി. ആ വീട് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ വീടിന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഹോണിംഗ് ബെൽ അടിക്കുകയാണ്. മറ്റാരുമല്ല, വാസുദേവൻ്റെ അനിയനാണ് വന്നിട്ടുള്ളത്. ഇവരുടെ മകൾക്ക് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ മകളുടെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹോം ലോൺ ഇപ്പോൾ എടുക്കണ്ട എന്ന് വെച്ചിട്ട് മകളുടെ കല്യാണം നടത്തുകയാണ്. ഭയങ്കര ആർഭാടമായിട്ട് തന്നെയാണ് നടത്തുന്നത്. ഒരു 25 ലക്ഷം രൂപയോളം അതിന് ഇവർക്ക് ചിലവായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം മകനൊരു കല്യാണ ആലോചനയായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെണ്ണിനൊരു പ്രശ്നമുണ്ട്. ആ പെണ്ണിന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ചെറുക്കൻ വേണം. അപ്പോൾ മകനെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഈ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അച്ഛൻ പറയുന്നതല്ലേ, നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് യാദൃശ്ചികമായിട്ട് ഒരു സംഭവം നടക്കുകയാണ്. ഇവന് ഒരുപാട് മിസ് ചെയ്തുകൊണ്ടിരുന്ന ഇവൻ്റെ സ്കൂൾ മേറ്റില്ലേ ഐഷു, അവരെ ഇവിടെ വെച്ചിട്ട് കാണാനിടയാക്കുകയാണ്.
ഈ ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾ ആയിട്ടാണ് അവൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഭുവിനും വൈഫിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു വീട് ഈ പ്രഭു കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടും കൂടെ കണ്ടിട്ടായിരിക്കും അച്ഛൻ മകനെ കൊണ്ട് ഈ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നായിക ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് റൂട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഇവർ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു, നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ നായകൻ പറയുമ്പോൾ അവളും തിരിച്ചു പറയുകയാണ്, അന്ന് സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, ഞാൻ എക്സാം എഴുതാൻ വന്നുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എക്സാമിൽ ഫെയിലായത്. അതിനുശേഷം അമ്മയുടെ നാട്ടിലേക്ക് പോയി, പിന്നെ എക്സാമിൽ ഫെയിലായതിനു ശേഷം പിന്നെ ജീവിതമൊക്കെ ഈ ഒരു അവസ്ഥയിൽ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നിൻ്റെ എൻഗേജ്മെൻറ്റ് തൊട്ട് മുമ്പത്തെ ദിവസമെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് നന്നായി, അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും നേരമെങ്കിലും നിന്നോട് ഇപ്പോൾ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശേഷം അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്. കാരണം നാളെ ഇവൻ്റെ എൻഗേജ്മെൻറ്റുമാണ്, ഇവർക്ക് തമ്മിൽ പരസ്പരം ഒരു ഇഷ്ടമുണ്ട്, ഭയങ്കര മിസ്സിങ്ങുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം വണ്ടി മണി അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ശബ്ദം കേട്ടിട്ട് രണ്ടുപേരും പരസ്പരം തിരിഞ്ഞു നോക്കി അടുത്തേക്ക് ഓടി വരും. അടുത്തെത്തിയതും പ്രഭു ഐശ്വര്യനെ പ്രപ്പോസ് ചെയ്യും, അവളും അത് അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രഭു വീട്ടിൽ വന്നിട്ട് തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതാണ്. അപ്പോൾ അത് അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അച്ഛന് അവിടെ ഒരു വീടൊക്കെ സ്വന്തമാക്കാൻ പറ്റുമല്ലോ, ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ലല്ലോ. അങ്ങനെ പ്രഭു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്കെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. ഇവരുടെ വിവാഹത്തിന് ശേഷം അച്ഛൻ പ്രഭുവിനോട് സംസാരിക്കുന്നതൊക്കെ പറ്റെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് മരുമകൾ അച്ഛനെ കാണുകയാണ്. അപ്പോൾ മരുമകൾ അച്ഛനോട് പോയി സംസാരിക്കുകയാണ്, അച്ഛൻ വീട്ടിലേക്കല്ലേ പോകുന്നത്, ഞാൻ അങ്ങോട്ടാണ്, എൻ്റെ ജോലി കഴിഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അത് മൈൻഡ് ചെയ്യാതെ വേറൊരു വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വീട്ടിലെത്തിയ മരുമകൾ കരയുന്നത് കണ്ടിട്ട് അമ്മ അച്ഛനോട് പോയി ചൂടാവുകയാണ്, നിങ്ങൾക്ക് ഇവരോട് ദേഷ്യം പ്രഭുവിൻ്റെ കല്യാണം നിന്നു പോയത് കൊണ്ടല്ല, നിങ്ങൾക്ക് ആ വീട് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ പ്രഭുവിൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പ്രഭുവിനെ തേടിയിട്ട് ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. പ്രഭുവിന് ഹൗസിംഗ് ലോൺ റെഡി ആയിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത അച്ഛനോട് പോയിട്ട് പ്രഭു തന്നെ പറയാണ്. അപ്പോൾ അച്ഛൻ്റെ പിണക്കമൊക്കെ മാറുകയാണ്, കാരണം ഇനി വീട് വരാൻ പോവുകയാണല്ലോ. സാധാരണ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നു, അപ്പോൾ അടുത്ത പ്രശ്നം വരുമല്ലോ. അതേപോലെ തന്നെ ഒരു പ്രശ്നവും വന്നിരിക്കുകയാണ്. പ്രഭുവിൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ച സ്ഥലത്ത് ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമായിട്ട് എനിക്കിനി അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇവൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. പെങ്ങളെ കെട്ടിച്ചയച്ചിരിക്കുന്നത് ഒരു വലിയ പണക്കാരുടെ വീട്ടിലേക്കാണല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ പണക്കാരെ തിമിര് പിടിച്ചിട്ടുള്ള ഒരു സൈക്കോസാണെന്നാണ് ഇവൾ പറയുന്നത്. അങ്ങനെ ഇനി മുതൽ പെങ്ങളും പെങ്ങളുടെ കുട്ടിയും കൂടെ ഇവരുടെ വീട്ടിൽ തന്നെയായിരിക്കും താമസിക്കാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഫീസിലെ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇവൻ നേരെ പോകുന്നത് ബാങ്കിലേക്കാണ്. ബാങ്കിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സ് മാറി. ഇനി ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ 10-30 കൊല്ലം ഞാൻ ഈ ലോൺ അടച്ചുകൊണ്ടിരിക്കണം. വീട് എന്നുള്ളതൊരു വലിയ സ്വപ്നം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജീവിതം വെറുതെ ത്യാഗം ചെയ്യുകയാണ് എന്നുള്ളൊരു സംശയം ഇവന് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ അതിൽ നിന്നും പിന്മാറുകയാണ്. ഇവൻ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ്, ഞാനൊരു ഫെയിലിയറാണ്, എനിക്ക് ഇനിയും ഈ ജോലി തുടരാൻ കഴിയില്ല, അതുകൊണ്ട് ബാങ്ക് ലോൺ ഞാൻ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചതാണ്. ആരോ പറഞ്ഞത് കേട്ടിട്ട് വലിയൊരു സ്കൂളിൽ ചേർന്നു. അതേപോലെ എൻജിനീയറിംഗ് ചേരാൻ പോയ ഞാൻ ആരോ പറഞ്ഞത് കേട്ടിട്ട് IT എടുത്തു. ഞാനൊരു ഫെയിലിയറാണ്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്, നിർണായകമായ തീരുമാനം. അത് 36-ാമത്തെ വയസ്സിലാണ് എടുക്കുന്നത്. ഇവൻ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇവൻ മെക്കാനിക്ക് പഠിക്കണമെന്നാണല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം മുതൽ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കാനിക് ജോലിയായിട്ട് ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവൻ്റെ പെങ്ങളാണെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിനും പോകുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ ഭയങ്കര സങ്കടം, നമ്മുടെ 2 മക്കളുടെയും ലൈഫ് ഇങ്ങനെയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പെങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടുകയും ചെയ്തു. അതേപോലെ തന്നെ ഇവൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവനൊരു എൻജിനീയറായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം
ഇവൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അതേപോലെ തന്നെ അച്ഛനും അമ്മേനെയും ഒക്കെ കൂട്ടിയിട്ട് ഇവർ അടുത്ത സർപ്രൈസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ഏതാ സ്ഥലം നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇവർ അവസാനമായിട്ട് വീട് വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിരുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീട് ഇവരിന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, അച്ഛൻ്റെ ആഗ്രഹം പോലെ വാസുദേവൻ ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ബോർഡ് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ പെങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ പ്രഭുവിനൊരു റൂം, പെങ്ങൾക്കൊരു റൂം, അച്ഛനും അമ്മയ്ക്കും ഒരു റൂം എന്ന് പറയുന്ന രീതിയിൽ 3 ബെഡ്റൂമുള്ള 3 BHK അപ്പാർട്ട്മെൻറ്റാണ് ഇവരിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടിയിട്ട് 3 BHK എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.